ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റുര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. സകല നന്മയാരും അനുഗ്രഹിക്കട്ടെ. ഈ യേശു എന്ന് പറയണത് സകല ജാതികൾക്കുള്ള ദൈവമാട്ടോ, ഒരു മതത്തിൻ്റെ അല്ലട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ട്രംപ് ജയിച്ചപ്പോൾ ട്രംപ് പറഞ്ഞില്ലേ, എല്ലാവരും പറയുക ഞാനാണ് ഇപ്പം ലോക പ്രശസ്തൻ. അപ്പോൾ ട്രംപ് നിങ്ങൾ കണ്ടായിരുന്നോ വാട്സപ്പ്? ട്രംപ് പറഞ്ഞു അല്ലല്ല, ഞാനല്ല ലോകപ്രശസ്തൻ, വേറൊരാളുണ്ട്, യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. അതാണ് സത്യം. വേറെ ആർക്കും ഇതുവരെ ഒത്തിരി മതവും ഒത്തിരി രാജാക്കന്മാരും ഒത്തിരി പേരുമുണ്ട്. ആർക്കും ലോകത്തിൽ ലോകപ്രശസ്തന ലോകത്തിൻ്റെ മഹാത്ഭുതമാകാൻ പറ്റിയിട്ടില്ല. ലോകത്തിൽ ഒരേ ഒരു മഹാത്ഭുതമുള്ളൂ, അത് ദൈവപുത്രൻ തന്നെയാണ്. അതിന് ആർക്ക് എന്ത് കാണിച്ചാലും അത് മാറാനും പറ്റൂല, ചെയ്യാനും പറ്റൂല. ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാട്ടോ അനുഗ്രഹം ഭൂമിയിലേക്ക് വന്നെ. ആ അനുഗ്രഹമാണ് ഇപ്പോൾ പറഞ്ഞത്. വിശ്വസിച്ച് ആമയം പറഞ്ഞാൽ അത് നിങ്ങളെ സംഭവിക്കും. ഒരു വചനം വായിച്ചു തുടങ്ങാവേ. മൊബൈൽ നോക്കിയാട്ടോ. നമ്മുടെ ഗോഡീസ് ലവില് നമുക്ക് ഇവിടെ ബൈബിൾ ക്ലാസ് ഉണ്ട്. അതിൻ്റെ ഗോഡീസ് ലവ് എന്നാണ് പേര്. അപ്പോൾ അതിൽ ആരെങ്കിലും മെമ്പർ ആക്കണമെങ്കിൽ നിങ്ങൾ ഈ ഓർഡർ ത്രൂ എന്നുള്ള നമ്പറിൽ അവരുടെ പറഞ്ഞാൽ മതി. നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്യാട്ടോ. എന്നും വചനം ഒത്തിരി വീഡിയോസും ഒക്കെ എല്ലാവരും ഇടുന്നുണ്ട്. യഹോവ ജെരമ്യ 31:16. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. അപ്പോൾ ദൈവം പറയുക, കരയേണ്ട മക്കളെ, നിന്റെ കണ്ണുനീരും നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാവുമെന്ന്. അപ്പോൾ കരയണതൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ മതി. മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞാൽ സാരമില്ല എന്ന് പറയാം. ബാക്കി എന്താണെന്ന് പറയുമ്പോൾ അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവൻ്റെ ദൈവം ആ കണ്ണീര് തുടയ്ക്കും, മാനപാത്രമായിട്ട് ഉയർത്തി മാനിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ആദ്യം ഞാൻ ഇട്ടേക്കണ ഈ സെറ്റാട്ടോ. ഇത് എടുത്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ റീസ്റ്റോക്ക് ചോദിച്ചു തുടങ്ങിയിട്ട് ഒരു 2 മാസമൊക്കെ ആയി, 2-3 മാസമായി. എൻ്റെ ദൈവം ദൂരം നമ്മൾ ചോദിച്ചിട്ടാണ് എത്ര പലയിടത്തായിട്ട് ചോദിച്ചു, കണ്ടിട്ട് കിട്ടിയില്ല. ഇപ്പോഴാണ് വന്ന ഇതിൻ്റെ റീസ്റ്റോക്ക്. ഇത് മൊഡാലാണ്. നല്ല സുഖമായിട്ട് ഞാൻ എപ്പോൾ ഇട്ടാൽ ഈ സെറ്റ് ഉണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കേ. അപ്പോൾ അതാണ് റീസ്റ്റോക്ക് വരുത്തിയത്. മൊഡാലിൻ്റെ പല പ്രിൻ്റാട്ടോ വന്നേക്കണേ. ഏതെങ്കിലുമൊക്കെ പ്രിൻ്റ് കിട്ടണമെന്ന് നോക്കി എടുത്തോട്ടോ. അന്ന് എനിക്ക് കിട്ടിയത് ഇതായിരുന്നു, അതങ്ങനെ എടുത്തു. ബോട്ടം കോട്ടൺ, കൂടിയ കോട്ടൻ്റെ ബോട്ടം ആട്ടോ. 2699. അന്ന് 3000 ആയിരുന്നു, 2900 അല്ലേ, അങ്ങനെയാണ്ടായിരുന്നു. ഇപ്പോൾ 2699 സെയിം സംഭവമാണ്. പെട്ടെന്ന് എടുത്തോ. ഇത് പിന്നെ വെബ്സൈറ്റിൽ ചാടി എടുക്കുന്നവർ അങ്ങനെ എടുത്തോ, അല്ലെങ്കിൽ പിള്ളേരോട് ഓർഡർ ചെയ്തോ. അവിടെ ഇപ്പം റീസ്റ്റോക്ക് വന്നാൽ ഫുള്ള് നമ്മൾ എടുത്തു. കാരണം എന്തോരം എടുത്താലും പെട്ടെന്ന് തീരും. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇട്ടാലും ഭയങ്കര സുഖമാണ്. നമ്മുടെ സൂപ്പർ സംഭവമാണ്. നല്ല പ്രിൻ്റുകളാട്ടോ. എല്ലാ പ്രിൻ്റും എടുത്ത് കാണിക്കണം. കാണിച്ചേക്കാലേ. ഇതിപ്പോൾ ഞാൻ ഇട്ടേക്കണല്ലേ, ഇത് കാണിക്കേണ്ട കാര്യമില്ല. എന്താ വ്യത്യാസമുണ്ടല്ലേ? ആ ഷോളിൻ്റെ പ്രിൻ്റിനൊക്കെ വ്യത്യാസമുണ്ട്. ഇച്ചിരിയുടെ ഗ്ലാമർ കൂടുതൽ ഇപ്പോഴത്തെ സെറ്റാണ്. ഗീവ് അവേയുടെ കാര്യം പറയട്ടെ. നമ്മുടെ യൂട്യൂബ് കാണുന്നവർ ഷെയർ ചെയ്യണം. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. എന്നിട്ട് സമ്മാനം കിട്ടും. 20-ാം തീയതി ഞറക്കെടുത്തിട്ട് പറയാം. ഈ മാസം ഇങ്ങനെ അടുത്ത 10-ാം തീയതി വരെ ഉള്ളത്, 30-ാം തീയതി വരെ ഉള്ളത് ഫേസ്ബുക്കുകാർക്കുക. പിന്നത്തെ മാസം എല്ലാത്തിൽ നിന്നും എടുക്കുക ഒന്നിച്ച്. ക്രിസ്മസ് സമ്മാനം വേണ്ടേ, ക്രിസ്മസിനുള്ള സമ്മാനം മറക്കരുത് കേട്ടോ. ഗീവ് അവേയുടെ കാര്യം. ഇത് മെറൂണ്ട് കേട്ടോ. ഇത് നമ്മുടെ കടയിൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു കേട്ടോ. കാരണം എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് നല്ലതാണ്, ഇട്ടാൽ ഭയങ്കര സുഖമാണെന്ന് പറഞ്ഞാൽ നല്ല കൂളിങ്ങും ഒറിജിനൽ നല്ല മൊഡാലല്ലേ. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും തന്നെ ഇതെടുത്തു. അത് എന്നിട്ട് കിട്ടാത്തവരാണ് റീസ്റ്റോക്ക് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഷോള് ബ്ലാക്ക് ആട്ടോ, മെറൂണിൻ്റെ സ്റ്റോള് ജസ്റ്റ് ഒന്ന് വിടത്തിയേക്കാം.
അല്ലെങ്കിൽ ഇനി വൃത്തിയേക്കാം ഇതായിട്ട്. നല്ല ഇഷ്ടം പോലെ നീളമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു അസറ്റാട്ടോ, നല്ലൊരു സെറ്റാട്ടോ. ഈ പിള്ളേരെ എനിക്ക് സമാധാനം തരാണ്ട് ഇതിൻ്റെ ഓർഡർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ചോദിക്കണ്ടായിരുന്നു. ഇന്ന് നിങ്ങളെ ഒതിപ്പിക്കുന്ന സെറ്റുകൾ അപ്പടി ഒത്തിരി രസമുള്ള സെറ്റുകളാണ് വന്നേക്കാന്നറിയാമോ. ഞാൻ പറയില്ല, ദീപാവലി കഴിയുമ്പോൾ സെറ്റുകളുടെ ഒരു ഒഴുക്കായിരിക്കും എന്ന്. അതെയോ? ഇതൊരു സിൽക്കിൽ ബനാറസ് ഡിസൈനുകളാട്ടോ. സോഫ്റ്റ് സിൽക്ക് ടൈ ആൻഡ് ഡൈയുടെ പോലത്തെ ഒരു ഡിസൈനും ഉണ്ട്. സോഫ്റ്റ് സിൽക്കാണ്. അതിൻ്റെ ബോട്ടം ഇതാണ്, സോഫ്റ്റ് സെമി സിൽക്ക് ബോട്ടാണ്. കൈക്കൊക്കെ വർക്കുണ്ട് കേട്ടോ, കൈക്കൊക്കെ വർക്കുണ്ട്. ഞാൻ താഴത്തേട്ട് ആക്കി. ഞാൻ അടുത്തത് മാത്രം മേളിൽ വെച്ച് കാണിക്കാം. നല്ല കളറും സോഫ്റ്റ് സിൽക്കാട്ടോ മെറ്റീരിയൽ. ബനാറസിൻ്റെ എല്ലാ വർക്കും അതിലുണ്ട്. നിഴലൊന്നും അടിക്കില്ല. എന്നാലും ലൈനിങ് ഇറങ്ങണല്ലോ, സിൽക്കല്ലേ. എൻ്റെ ഷോളൊക്കെ ഭയങ്കര ഗ്രാൻഡാട്ടോ. കനമൊന്നുമില്ല. കനമില്ലായ്മയാണ് ഇതിൻ്റെ സൗന്ദര്യം. 1990 വിലയും നല്ല പ്രീമിയം സെറ്റാണ്. കനമില്ലായ്മയും വിലയും ഇതിൻ്റെ ബനാറസും ഇതും എല്ലാം കൂടെ കൂടി. ഇത് അരികത്തൊരു ചെറിയ വർക്കുണ്ട് ഷോളിൻ്റെ. നല്ല റിച്ച് ലുക്കാണ്. നമുക്ക് ഫങ്ഷൻ വെയറും കാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ ഗുണം. 1990 ആണ്. ഇതാണ് ബോട്ടം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ യോക്കിലാക്കി തയ്ക്കാട്ടോ, പക്ഷെ താഴെ വെക്കണേയായിരിക്കും ഭംഗി. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. നല്ല രസമില്ല കളേഴ്സ്. ഒരു വെറൈറ്റി കളർ, നല്ലൊരു ബ്രിക്ക് കളർ. ബ്രിക്ക് കളർ ഇപ്പോൾ വരാറില്ല. ഇനിയിപ്പോൾ ഈ വർഷത്തെ കളറൊക്കെ ഏതായിരിക്കും. അടിപൊളി ഗ്രീൻ. ഇത് സാമ്പിൾ പീസ് വന്നാട്ടോ. പെട്ടെന്ന് തീരും കേട്ടോ, കാരണം കുറച്ചേ എടുത്തിട്ടുള്ളൂ. സാമ്പിളെല്ലാം കുറച്ചാ, നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ കാണണേ ഇല്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അത് കാരണം ജസ്റ്റ് കുറച്ചേ എടുത്തുള്ളൂ. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അടുത്തത് കൂടുതൽ സ്റ്റോക്ക് ആകുന്നുണ്ട്. അവിടെ കിട്ടുകയില്ല കേട്ടോ, കുറേ കാലം കഴിയണം എന്നും ഞാൻ അവരുമായിട്ട് പടപെടും. സാമ്പിൾ അയച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കുറേ മാറ്റി വയ്ക്കില്ലെന്നും പറഞ്ഞു. ചിലത് ഞാൻ എടുക്കൂല, അപ്പോൾ അവരെല്ലാം മാറ്റി വയ്ക്കില്ല. അടിപൊളി സെറ്റാട്ടോ. ഷോളിൻ്റെ കനയില്ലാത്ത എന്ത് രസമാണെന്ന് നോക്കി. ഒട്ടും കനയില്ല ഷോളിന്. ഷോളൊരു ഗ്രീൻ സിൽക്ക്, ഇത് സോഫ്റ്റ് ഒരു ടിഷ്യൂ സിൽക്കൊക്കെ പോലെ. ഇതാണ് ഷോളിൻ്റെ മെറ്റീരിയൽ, കണ്ടോ? അടിപൊളി. നല്ല ഫ്ലോറൽ പ്രിൻറ്റും ആ ജെറി വർക്കൊക്കെ വന്നപ്പോൾ നല്ല റിച്ച് ലുക്കാണ്. ഇതിൻ്റെ കളേഴ്സും എല്ലാം നല്ലതാണ് കേട്ടോ. ഇതെല്ലാം ഉറപ്പായിട്ടും അപ്പം തന്നെ പോയി തീരും. പെട്ടെന്ന് എടുത്തോ വെബ്സൈറ്റിൽ. ഇത് നമ്മൾ റീ ഓർഡർ കൊടുക്കുക. നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. ആദ്യം സാമ്പിൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേനും അവിടെയും തീർന്നായിരുന്നു. ഇപ്പോൾ വന്നപ്പോഴും ഞാൻ പെട്ടെന്ന് പിന്നെ കുറേയും കൂടെ റീസ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് അത്രയ്ക്കും സൂപ്പർ ഹിറ്റ് ആവുമെന്ന് ഉറപ്പാണ്. ഇത് മൊഡാലാട്ടോ. മൊഡാലിൻ്റെ തുണിയിൽ തന്നെ നല്ല കൂളിങ് കേട്ടോ. പ്ലെയിൻ മൊഡാലിൽ ഇങ്ങനെ ഹാൻഡ് വർക്കാട്ടോ. ഒരു കാശ്മീരി വർക്കിൻ്റെ മുഖച്ചായ ഉണ്ട്. ഹാൻഡ് വർക്കാണ്. അതിൽ ഏറ്റവും വലിയ രസം അതിൻ്റെ ഷോളിൻ്റെ 2 വശത്തുമുണ്ട് ഹാൻഡ് വർക്ക്, ഇങ്ങനെ ലേസ് വർക്ക് കൂടെ കൂടി. ഇതിൻ്റെ വിലയാണ് ഏറ്റവും രസം. 1450 ഉള്ളൂ. നല്ലൊരു ഫങ്ഷൻ വെയർ, നല്ല ഗ്രാൻഡ് സൂപ്പർ സംഭവം. പ്ലെയിനും എംബ്രോയ്ഡറി. അതൊരു കാലത്തും അതിൻ്റെ ഫാഷൻ പോകില്ലേ.
എനിക്ക് പ്രിൻ്റഡ് അധികം ഇല്ല. ഞാനിപ്പോൾ ഇട്ടേക്കണ 1-2 പ്രിൻ്റഡ് ഉള്ള അപ്പോഴും തന്നെ പ്ലെയിനിലാണ്. ഇത് കണ്ടോ ഷോളിൻ്റെ ഒക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. എല്ലാം ഹാൻഡ് വർക്കാണ്. ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഈ വിലയ്ക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കാം. 2 വശം ഷോള് മിഷൻ എംബ്രോയ്ഡറി ആണെങ്കിൽ പോലും ഇത്രയും വർക്ക് വരാറില്ല ഈ വിലയ്ക്ക്. 2 വശം തോന്നി. സൂപ്പർ സംഭവങ്ങളാണ്. അടിപൊളി കളേഴ്സാട്ടോ എല്ലാം. ഒരു കളർ മാറ്റി വയ്ക്കാനില്ല ഇതിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒറ്റ കളർ മാറ്റി വയ്ക്കാനില്ല. ഇല്ലാത്ത കളർ നോക്കിയെടുത്തു. നല്ല പേസ്റ്റൽ ഗ്രീൻ ബ്ലൂ കൂടെ കൂടിയ അതിനെന്നാ കളർന്ന് പറയണേ. അടിപൊളി. ഇത് പീച്ചിൻ്റെ ഒരു അടിപൊളി കറക്റ്റ് കളറല്ലേ നോക്കണം കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ. അല്ലാത്തൊന്ന് പറയണം കേട്ടോ. അപ്പോൾ പറയാമല്ലോ നമുക്ക് അവരോട്. ഇനി ഒന്ന് അടുത്തൊന്ന് വർക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വർക്കൊക്കെ അടുത്ത് വരുമ്പോൾ കളർ കറക്റ്റ് ആയിരിക്കില്ല. വർക്ക് അടുത്ത് കാണിച്ചോ അങ്ങനെ കാണാവോ? എന്നുവെച്ചാൽ മെറ്റീരിയലൊക്കെ അവർക്കൊന്ന് കാണാനാണ്. ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ ഒടാല് പ്ലെയിനാന്ന് പറയുമ്പോൾ വേണ്ട ഉള്ളിതാലോ. ഇതും പ്രീ സ്റ്റോക്കാട്ടോ. ഇതും കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടതാ. അന്ന് എല്ലാവരും എടുത്തു. ഒറ്റ പീസില്ലായിരുന്നു. ഇത് താഴെ വരുത്താം, യോക്കി വരുത്താവേ. ഇറക്കമുണ്ടല്ലോ ഇത് മടങ്ങിയിരിക്കുന്ന കാരണം. ഇറക്കമുണ്ട് കേട്ടോ. 45 ഇറക്കം കിട്ടും. പിൻ ചെയ്ത് ഒരു വശം വെച്ചേക്കണ കാരണം. ക്രേപ്പ് ഷോൾ ഇതിൻ്റെ വിലയാണ് ഇതിൻ്റെ ഏറ്റവും. സിൽക്ക് മെറ്റീരിയൽ ആട്ടോ. നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ. അതേ കണ്ടോ, അത് ഇങ്ങനത്തെ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ആട്ടോ ഇത്. ഇതിൻ്റെ ബോട്ടും ആ സെയിം മെറ്റീരിയൽ ആട്ടോ. ഒരു സോഫ്റ്റ് സാറ്റിൻ സിൽക്ക് പോലത്തെ ഒരു സോഫ്റ്റ് സാറ്റിൻ കോട്ടൺ എന്ന് പറയില്ലേ, ഇത് സാറ്റിൻ സിൽക്ക്. 1299 ഉള്ളൂ. ഈ സെറ്റിൻ്റെ വിലയാണ്. ഇത് കഴിഞ്ഞ ഓണം ഇത് മാത്രം ചിലവാകാൻ കാരണം. ഇതിൻ്റെ വില വെച്ച് ഭയങ്കര പണ്ട് നമ്മൾ വില കൂടിയ കോട്ടാ സെറ്റൊക്കെ എടുക്കൂലേ, അവരുണ്ടാക്കണേന്ന് തോന്നുന്നു. അവരുടെ ബ്ലോക്ക് പ്രിൻ്റുകളല്ല. അപ്പോൾ അവിടെ ആ നാട്ടിൽ ഇത് മാത്രം ഉണ്ടാക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. കളർ ചേഞ്ച് അല്ലേ? അല്ല, പ്രിൻ്റ് വ്യത്യാസം. സോറി, ഞാൻ അവരെന്നെ എടുത്ത് തരാത്തേന്നേ. ഒരു കളർ ചേഞ്ച് അല്ല കേട്ടോ, പ്രിൻ്റ് വ്യത്യാസം എന്ന് പറയാൻ പോകുന്ന സ്പെല്ലിങ് മിസ്റ്റേക്ക്. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. ഇപ്പോൾ ട്രംപ് കയറിയപ്പോൾ വില കുറഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ചത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ പിന്നെയും വില കൂടിയില്ലേ. അപ്പോൾ വില അതിങ്ങനെ കുറഞ്ഞാലും 2 ദിവസത്തേക്ക് കുറഞ്ഞുള്ളൂ, കുറച്ചേ കുറഞ്ഞുള്ളൂ. അതിൻ്റെയൊക്കെ ഇരട്ടി കൂടും നിങ്ങൾ സ്കീമിൽ കൂടും. അപ്പം നമുക്ക് വില കുറയുമ്പോൾ കൂടുതൽ കാശ് മുടക്കാം, എടുക്കാം, ഇടാം അതിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്വർണ്ണം ഒരു സേവിങ്സ് ആയിട്ട്. എൻ്റെ മക്കൾ സ്വർണ്ണം ഇടില്ല, അതിടില്ല. നല്ല സ്വർണ്ണം എടുത്തു കൊടുത്തേ ഇടുമോന്നില്ലോ എന്ന് പറയാം. ചുമ്മാ ഈ മേക്കിംഗ് ചാർജ് നോക്കിയിട്ട് ജബ്ബോൻ്റെ കാലത്ത് 0 മേക്കിംഗ് ചാർജ് നോക്കും. ആ 0 മേക്കിംഗ് ചാർജിൽ ആരെങ്കിലും സ്വർണം വിൽക്കുമോ? പണിക്കൂലി കൊടുക്കാണ്ട് ആർക്കെങ്കിലും സ്വർണം പണിത് കിട്ടുമോ? ഈ പണിയാന്നിരിക്കുന്നവർ വെറുതെ പണിത് കൊടുക്കുമോ? നമ്മൾ ഓഫറിൽ ചുരിദാർ ഇടുന്നത് എങ്ങനെയാണ്? അത് വിറ്റ് പോകില്ലാത്ത സെറ്റ് വരുമ്പോൾ നമ്മൾ കിട്ടിയ വിലയ്ക്ക് ചിലപ്പോൾ അതിലും താത്തി വിൽക്കുമോ തുണി? സ്വർണ്ണം അങ്ങനെ താത്തി വിൽക്കണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ്. അതായത് നല്ല ഫാഷൻ ആരും അങ്ങനെ കിട്ടില്ല. നിങ്ങൾ അതിൽ നോക്കി പഴയ ഫാഷൻ കൊടുത്തിട്ടാണ് പിള്ളേരാരും ഇടാത്ത, നമ്മളും ഇടൂലാത്ത. നല്ല ഫാഷൻ നോക്കി സ്വർണ്ണം എടുക്കുക എന്നോർത്തോണ്ട് എല്ലാ ഫാഷനും നമ്മുടെ കടയിലുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഭയങ്കര മേക്കിംഗ് ചാർജിൻ്റെ ആണ്. നമുക്ക് 3% മേക്കിംഗ് ചാർജ് വരെയുള്ള സ്വർണ്ണം നമ്മുടെ കടയിലുണ്ട്. അപ്പോൾ അത് ചോദിച്ചാൽ മതി. 3% മുതലുള്ളത് കാണിച്ചു തരും. നല്ല കളർ കോമ്പിനേഷനിലെ ആഷും മജന്തയും. അപ്പോൾ സ്കീമിൽ കൂടുക. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക. നമ്മൾ പെണ്ണുങ്ങൾ സ്വർണ്ണമൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയുണ്ട് സ്വർണ്ണക്കടാന്നറിയാലോ. തുണി ബീനാക്കണ്ണൻ ശീമാട്ടി പുള്ളിക്കാരി വന്നേ പിന്നെയല്ലേ തുണിക്കൊരു ചേഞ്ചായത് കേരളത്തിൽ. ഞാൻ ഓർക്കും നമ്മൾ പർച്ചേസിങ്ങിന് ബാംഗ്ലൂർ സൂറത്തൊക്കെ പോയപ്പോൾ
9 വർഷം മുമ്പല്ലേ ഞാൻ എവിടെ ചെന്നിട്ട് ഓരോന്ന് നോക്കുമ്പോൾ നിങ്ങൾ ബീനാക്കണ്ണനാണോ പഠിക്കുന്നത് ചുമ്മാ ചോദിക്കുക. എനിക്ക് പ്രൗഡായിട്ട് തോന്നി കേട്ടോ. സൂറത്തിൽ ചെന്നപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയും, അവരുടെ പേര് പറയുമ്പോൾ നമുക്ക് എന്ത് അഭിമാനമാണെന്നറിയാം. ബീനാക്കണ്ണൻ എന്നൊക്കെ പറയുമ്പോൾ അവർ പിന്നെ നമ്മുടെ ഫാഷൻ തരംഗം ഉണ്ടാക്കി വെച്ചില്ലേ, ഒരു സ്ത്രീക്ക് തുണിയിൽ എന്ത് ചെയ്യാം ഇതൊക്കെ. അത് അവരുടെ ഒരു ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഇപ്പോഴും അവർ തന്നെ ധാരാളോ മുന്തിരി കളറും എന്ത് രസമുള്ള കോമ്പിനേഷനല്ലേ, നല്ല ഗ്രാൻഡ് കോമ്പിനേഷനൊക്കെ ആട്ടോ. പെട്ടെന്ന് എടുത്തു. ഇതിൻ്റെ കോമ്പിനേഷനെല്ലാം സൂപ്പർ കോമ്പിനേഷനാണ്. ഈ വിലയും അതുപോലെ സ്വർണത്തിൽ നമുക്ക് ഒരു തരംഗം ഉണ്ടാക്കാം. എപ്പോഴും ആണുങ്ങളല്ലേ സ്വർണം ഞങ്ങൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ നമ്മളെ ഒരു മനുഷ്യൻ മൈൻഡ് ചെയ്യില്ല, ഒക്കെ ചുമ്മാ കാണാൻ നടക്കണേന്ന വിചാരേ. പെണ്ണുങ്ങളധികം ഇല്ലല്ലോ, സ്വർണ്ണമൊക്കെ ആണുങ്ങളല്ലേ കൈകാര്യം ചെയ്യണേന്നൊക്കെ. യേശുവിൻ്റെ കൃപയാൽ നമ്മൾ സ്വർണത്തിൽ മിടുമിടുക്കികളാണ്. പെണ്ണുങ്ങൾ ഇറങ്ങുമ്പോഴാണ് ഫാഷൻ്റെ തരംഗം ഉണ്ടാവും. അതിന് നിങ്ങളുടെ സപ്പോർട്ടൂടെ വേണേ. സ്ത്രീകൾ തന്നെയല്ലേ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണ്ടേ. അതിന് നേരെ തിരിച്ച് നമ്മുടെ സ്ത്രീകൾക്കെതിരായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമുക്ക് സ്ത്രീകൾ എന്ന് വെച്ചാൽ ആണുങ്ങളെ ഇങ്ങനെ കുറയ്ക്കാനല്ല, സ്ത്രീകൾക്കൊരു സപ്പോർട്ട് എപ്പോഴും സ്ത്രീകൾ വേണം. നല്ല കളർ കോമ്പിനേഷൻ, നല്ലൊരു ബ്ലൂവും ഗോൾഡൻ കളറും കോമ്പിനേഷൻ. ഇതിൻ്റെ സൈഡിൽ ക്ലിപ്പ് ചെയ്തിട്ടാട്ടോ. ഇത് ഇങ്ങനെ വശത്തെ ഇറക്കമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ കൊണ്ടുപോയി രണ്ടായിട്ട് മടക്കിയിട്ട് വില ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കും. നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സൊക്കെ. ഇതൊക്കെ നോക്കി എന്ത് രസമുള്ള ഒത്തിരി റീസ്റ്റോക്ക് പറഞ്ഞപ്പോൾ കളേഴ്സ് വന്നിട്ടുണ്ട്. ആക്രാന്തം പിടിച്ച് എല്ലാം അയച്ചോളാൻ പറഞ്ഞു. ഇതെന്നായാലും പോകുമെന്ന് എനിക്കറിയാം. ഈ വിലയ്ക്ക് ഇത് എടുക്കാണ്ടിരിക്കുമല്ലോ ആരും. എന്ത് രസം. അത്രയ്ക്ക് മൊബൈലിൽ ഇതിൻ്റെ തന്നെയായിരുന്നു ഓർഡർ നമുക്കേ. അത് കാരണമാണ് ഇത് ഇത്രയും റീസ്റ്റോക്ക് എടുത്തത്. അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തോ. സൂപ്പർ സംഭവമാണ്. നല്ല നല്ല കളേഴ്സ്. ഏത് കളർ എടുക്കണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷനായല്ലേ. ഈ വയലറ്റ് കളർ ഒത്തിരി ഫാഷനാണ് കേട്ടോ. വയലറ്റ് അല്ലേ, ലൈലാക്ക് അല്ലേ, ലൈലാക്ക് ഓറഞ്ചും. പിന്നെ ഓറഞ്ച് ഭയങ്കര ഫാഷനാണ്, പക്ഷെ ഓറഞ്ച് കിട്ടാനില്ല. ഈ ഓറഞ്ച് അല്ല, പക്ഷെ ഇവിടെ ഒരു മഞ്ഞ കൂടിയ ഓറഞ്ചില്ലേ, അതാണെന്ന് തോന്നുന്നു. ഓറഞ്ച് ഭയങ്കര ഫാഷനാണ്. ഒത്തിരി പേര് ഓറഞ്ചിൻ്റെ കളർ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ കയ്യിലില്ല. ഉടനെ വരുമായിരിക്കും. കുറേ പേരങ്ങനെ ചോദിക്കുമ്പോഴത്തേനും എന്താ ഉണ്ടാക്കണ്ടേന്ന് ഓർത്തല്ലേ കമ്പനികളിരിക്കണേ. ഇത് രസമുള്ള കോമ്പിനേഷനുകളല്ലേ. ഷോള് തന്നെ ഒറിജിനൽ ക്രേപ്പാണ്. തീ ചൂടത്ത് ഇതൊന്നും കൂടെ തേക്കരുത് കേട്ടോ. എനിക്കറിയാൻ പാടില്ല. ഈ മെറ്റീരിയൽ ഒരു സാറ്റിൻ സിൽക്കൊക്കെയാണ്. എന്ത് സാധനമായാലും തീ ചൂടത്ത് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ കാണിക്കാം. എൻ്റെ മിക്ക ഷോളും ഇങ്ങനെ മടക്കി കുത്തേക്കണം, എൻ്റെ ഉള്ളപ്പടിയും കത്തിയിരിക്കണം. ഈ ഷോളിന് കുഴപ്പമൊന്നും പറ്റില്ല. മിക്ക സെറ്റിൻ്റെ ദാരുണമായ അവസ്ഥയാണ്. ആ ടോപ്പ് അടിച്ചിട്ട് ആ ഇത് ചൂടിൽ ഞാൻ ഷോള് തേക്കും, എന്നിട്ടെല്ലാം കീറിപ്പോവും. ഇനി ആ സെയിം ഷോൾ എവിടെ കെട്ടാനാ? നല്ല ബ്ലൂ, ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഗ്രാൻഡ് കോമ്പിനേഷൻ. ഇതിൻ്റെ അവസാനത്തെ പീസ് ഞാനെടുക്കും. എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് എനിക്കില്ലാത്ത കളർ കിട്ടുവാണെങ്കിൽ ഇതെന്നായാലും എനിക്കൊരു സെറ്റ് അടിക്കണം. ഇടുമ്പോൾ നല്ല ലുക്കാണ്, കളർഫുള്ളല്ലേ. വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ കളർഫുള്ളായിട്ട് നിൽക്കാം. എല്ലാം എന്തോരം നല്ല സെറ്റുകൾ. തീർന്നില്ലേ? നിങ്ങൾ മടുത്തോ? ഇതാ പൊന്നെ, എന്തോരം വെറൈറ്റിയാ. ഇത് റീസ്റ്റോക്ക് പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എടുക്കണ്ടോ കുറേ, അല്ലെങ്കിൽ ഇച്ചിരി എടുക്കും, എന്നിട്ട് പിന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ ഇത് തന്നെ കുറേ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവരെ എടുപ്പിച്ചതാണ്.
റീസ്റ്റോക്ക് എടുക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ് കേട്ടോ. ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യും, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് റീസ്റ്റോക്ക് ചെയ്യുള്ളൂ. അന്നാകെ 3-4 കളർ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ആകെ 4-5 ഉള്ളത്. ഇപ്പോൾ 10-15 ഞാൻ കാണിച്ചില്ലേ? ദൂരം കോമ്പിനേഷനാ ഞാൻ പറയണ്ട. എന്ത് ഭംഗിയല്ലേ പീച്ച് വാഷൊക്കെ. എൻ്റെ അമ്മോ എന്തൊരു രസം. ഗ്രാൻഡ് സെറ്റൊക്കെ ആട്ടോ എല്ലാം. പ്രിന്റ് വ്യത്യാസം എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആകും. എല്ലാത്തിനും ഓരോ സെറ്റ് എടുത്തു. ഇത് ക്രഷ്ഡ് ടിഷ്യൂ സിൽക്ക്. ഇതുണ്ടോ? ക്രഷ്ഡ് ടിഷ്യൂ സിൽക്കാട്ടോ. ഭയങ്കര രസമാട്ടോ. ടോപ്പ് ഇതിന് കനന്ന് പറയുന്ന സംഭവം ഇല്ല ഇതിനൊന്നും. അപ്പോൾ ഇങ്ങനെ ഇടാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അത് വെയിറ്റുള്ള സാരി വേണ്ട, വെയിറ്റുള്ള ചുരിദാർ വേണ്ട. സോഫ്റ്റ് സിൽക്ക് ബോട്ടം, പ്ലെയിൻ ടോപ്പ്. ഇതിൻ്റെ ഷോള് കണ്ടോ കേട്ടോ, ഭയങ്കര ഗ്രാൻഡ് ഷോളുമാണ്. ക്രഷ്ഡ് പ്രിൻ്റഡ് ഷോള്, ടിഷ്യൂ പ്രിൻ്റഡ് ഷോള് 1599 വിലയുള്ളേ. ഇപ്പം ടിഷ്യൂ, കാഞ്ചൂരൻ ടിഷ്യൂ, ബനാറസ്, ക്രഷ്ഡ് സിൽക്ക് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേഷനാണ്. സൂപ്പർ സംഭവമാണ്. 1599 വിലയുള്ളൂ. ഇതൊക്കെ സാമ്പിൾ വന്നതാട്ടോ. ഇത് സാമ്പിൾ വന്നതാണ്, പെട്ടെന്ന് എടുത്തോ. ഇതൊക്കെ ഇനി റീസ്റ്റോക്ക് ചോദിച്ച് വരുമ്പോഴത്തേനും ഒരു സമയമെടുക്കും. അവരായാലും അധികം എടുക്കൂല. ഏത് ക്ലിക്ക് ചെയ്യുമെന്ന് അറിയാണ്ട് പണ്ടത്തെ കാലത്തെ പോലെ എടുക്കൂല. എല്ലാവരും സാമ്പിൾ വരുമ്പോൾ ലിമിറ്റിനെ എടുക്കുള്ളൂ. എന്ത് രസമുള്ള കളേഴ്സാ അല്ലേ? അതെ, എന്ത് ഭംഗിയല്ലേ? അടിപൊളിയല്ലേ? പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ ഈ മാസം 25% എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടോ. ഹെയർ ട്രീറ്റ്മെൻറ്റ് മാത്രം 15%. ഒത്തിരി പേര് വന്നായിരുന്നേ. നിങ്ങൾ സുന്ദരികളാകുക. എല്ലാം ബ്രാൻഡഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണേ. എൻ്റെ ദേഹത്തും മൂത്തും തേക്കണം മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ധൈര്യസമേതം ടാനിങ്ങിൻ്റെ ഒക്കെ ഉണ്ട്. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കര കരുവാളിപ്പല്ലേ. എല്ലാവരും പറയും ഞാൻ ഈ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഇനി വെയിലത്തേട്ടല്ലേ ഇറങ്ങാൻ പോണേന്ന്. ഈ ഫേഷ്യലും വെയിലും ബ്ലീച്ച് നമ്മുടെ കടയിൽ ഇപ്പോൾ യൂസ് ചെയ്യണേ ഇല്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ടാനിങ് ഒക്കെ വന്ന് ഇരുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലേ നമ്മൾ ഗ്ലാമറായിട്ടിരിക്കുള്ളൂ. ടാനിങ്ങിൻ്റെ അതൊക്കെ ഒന്ന് ചെയ്യണം. ടാനിങ് ബാക്കിയിട്ടൊരു ക്ലീനപ്പൊക്കെ നല്ല ഗോൾഡൻ കളർ ഇട്ടോ, നല്ല സൂപ്പർ കളറേ എല്ലാം. ഇത് എന്നാ പറ്റിയില്ല, ജോർജറ്റ് അല്ലേ? ജോർജറ്റിൽ നല്ലൊരു ലക്നോയ് വർക്കും. ഇത് ബോട്ടിൽ ഗ്രീൻ ആട്ടോ. ഞാൻ നോക്കി ഇതെല്ലാം ബ്ലാക്കാണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ ഷോളിൽ നിറച്ച് വർക്കും. ഈ വശം സ്കാലപ്പും. ജോർജറ്റ് ആട്ടോ. എത്രയാ? 1250. വലിയ വിലയില്ല കേട്ടോ. 1250. ലൈനിങ് ഇല്ലല്ലോ, ലൈനിങ് ഒന്നും അല്ല. 1250. വൈറ്റ് ബോട്ടം വേണമെങ്കിൽ ഇടാം അല്ലേ? ഇത് എൻ്റെ ലൈനിങ് കൊടുത്താൽ മതി. വൈറ്റ് ബോട്ടം ഉള്ളവർ അടിപൊളി. ഇതെന്നാ കളറ്? നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീനും ആട്ടോ. കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് തോന്നി. നമ്മൾ രണ്ട് തൂക്കിപ്പോൾ എനിക്ക് ബ്ലാക്ക് തോന്നി. ഡാർക്ക് നേവി ബ്ലൂ, ഡാർക്ക് ബോട്ടിൽ ഗ്രീനും പറഞ്ഞു. അടിപൊളി സെറ്റുകൾ. അന്ന് എല്ലാ സെറ്റും നല്ലതല്ലേ? ഇപ്പം എല്ലാത്തിനും ഓരോ പീസ് എടുത്തോ, പെട്ടെന്ന് എടുത്തോ. യൂട്യൂബ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത്. സമ്മാനത്തിന് ഉടമസ്ഥരാകണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.